ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് റെസിസ്റ്ററുകൾ സർക്യൂട്ടിൽ സീരീസ് ആയിട്ടും പാരലലായിട്ടും കണക്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ പാരലലായും സീരീസ് ആയും കണക്ട് ചെയ്ത റെസിസ്റ്ററുകളുടെ സഫല പ്രതിരോധം അല്ലെങ്കിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ്. മുൻപ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ് എന്ന് പഠിച്ചിരുന്നു. എന്തൊക്കെയാണ് ഇലക്ട്രിക് സർക്യൂട്ടിന്റെ വിവിധ ഘടകങ്ങൾ? പ്രധാനമായും ബാറ്ററി, കണ്ടക്ടർ, സ്വിച്ച്, ബൾബ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലോഡ് എന്ന് വെച്ചാൽ റെഫ്രിജറേറ്റർ, മിക്സി, അങ്ങനെ എന്തും ആകാം. സർക്യൂട്ടിലെ ബൾബിന്റെയോ മറ്റു ഉപകരണങ്ങളുടെയോ റെസിസ്റ്റൻസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് താരതമ്യേന വളരെ കുറവാണ്. ഇത് നമ്മൾ മുന്നേ ഉദാഹരണ സഹിതം പഠിച്ചതാണ്, ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇത്ര നേരം നമ്മൾ പഠിച്ച സർക്യൂട്ടിൽ ഒറ്റ റെസിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതുകൊണ്ട് ഓംസ് ലോ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. V=IR, ഡയറക്ട്ലി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി സർക്യൂട്ടിൽ ഒന്നിലധികം റെസിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് റെസിസ്റ്റൻസ് വാല്യൂ എടുത്തിട്ടായിരിക്കും പ്രോബ്ലം സോൾവ് ചെയ്യുക? കൺഫ്യൂഷനായി അല്ലേ? അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്നത് സർക്യൂട്ടിൽ ഒന്നിൽ കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എത്രയായിരിക്കും ഇക്വാലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് എന്നുള്ളതാണ്. ആദ്യം സർക്യൂട്ടിൽ റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നത് പഠിക്കാം. സർക്യൂട്ടിൽ ഇവിടെ രണ്ട് ബൾബുകൾ സീരീസ് ആയി കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൾബ് ഒരു റെസിസ്റ്റർ തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നു ബൾബിനകത്തുള്ള ടങ്സ്റ്റൺ ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റർ ആണ്. അപ്പൊ ഈ രണ്ട് ബൾബുകളുടെയും റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് R1, R2 എന്നിങ്ങനെയാണ്. ഇനി ഇവിടെ ബൾബിന് പകരം R1, R2 എന്നീ വാല്യൂ ഉള്ള രണ്ട് റെസിസ്റ്ററുകൾ ഞാൻ കണക്ട് ചെയ്യുകയാണ്. സർക്യൂട്ടിലൂടെയുള്ള വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത് I ആണ്. റെസിസ്റ്റൻസ് R1ലൂടെയും റെസിസ്റ്റൻസ് R2ലൂടെയും ഒഴുകുന്ന വൈദ്യുതിയുടെ അളവ് എന്ന് പറയുന്നത് I തന്നെയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് കിട്ടേണ്ട പാരാമീറ്റർ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് V അല്ലേ? പോയിന്റ് എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ V1 ആണ്. പോയിന്റ് സിയും ഡിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ V2 ആണ്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ റെസിസ്റ്ററിലേക്ക് നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് V1ഉം V2ഉം കിട്ടും. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? V1 = I × R1, V2 = I × R2. വളരെ സിമ്പിൾ അല്ലേ? ഈ സർക്യൂട്ടിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = V1 + V2 എന്ന് എഴുതാൻ പറ്റും. സർക്യൂട്ടിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് എ ആൻഡ് ഡി V ആണ്. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = V1 + V2 എന്ന് എഴുതാൻ സാധിക്കും. ഇനി നമ്മൾ ഈ സർക്യൂട്ടിലെ രണ്ട് റെസിസ്റ്ററുകൾക്ക് പകരം രണ്ട് റെസിസ്റ്ററിന്റെയും ടോട്ടൽ റെസിസ്റ്റൻസിന് തുല്യമായ മറ്റു ഒരു ഇക്വാലന്റ് റെസിസ്റ്റൻസ് ആക്കി നോക്കിയാലോ? അപ്പൊ ഇനി സർക്യൂട്ടിലെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RE ആണ്. അതുപോലെ വോൾട്ടേജ് Vയും കറണ്ട് ഫ്ലോ Iയുമാണ്. അപ്പൊ ഇനി ഇക്വാലന്റ് റെസിസ്റ്ററിൽ നമ്മൾ നേരത്തെ ഇൻഡിവിജ്വൽ റെസിസ്റ്ററിൽ ഓംസ് ലോ അപ്ലൈ ചെയ്തതുപോലെ ഇക്വാലന്റ് റെസിസ്റ്ററിൽ ഓംസ് ലോ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? V = I × RE എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി V1 കിട്ടി, V2 കിട്ടി, ടോട്ടൽ Vയും കിട്ടി. അപ്പോൾ V = V1 + V2 എന്ന ഇക്വേഷനിൽ ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? I × RE = I × R1 + I × R2. സമത്തിന് ഇരുവശവുമുള്ള I കട്ട് ഡൗൺ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ RE = R1 + R2. അപ്പോൾ ഇക്വാലന്റ് റെസിസ്റ്റൻസ് RE = R1 + R2 എന്ന് എഴുതാൻ പറ്റും. ഈ ഇക്വേഷൻ വളരെ ഈസി അല്ലേ? ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് ആയിട്ടാണ് റെസിസ്റ്ററുകൾ ഘടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് RE = R1 + R2. രണ്ട് റെസിസ്റ്ററുകളുടെയും വാല്യൂ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വാലന്റ് റെസിസ്റ്റൻസ് വാല്യൂ കിട്ടും. ഓക്കെ. ഇനി N ബൾബുകൾ സർക്യൂട്ടിൽ സീരീസ് ആയി കണക്ട് ചെയ്താൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് = N × R. എന്താണ് ഇക്വാലന്റ് റെസിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ? ഒന്നിലധികം റെസിസ്റ്റേഴ്സ് എടുക്കുന്ന കറന്റിന്റെ അളവ് ഒരു റെസിസ്റ്റർ എടുക്കുന്ന കറന്റിന്റെ അളവിന് തുല്യമാണെങ്കിൽ ആ റെസിസ്റ്ററിനെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം.
സീരീസ് ആയി ബൾബ് ഒരു സർക്യൂട്ടിൽ ബന്ധിപ്പിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ബൾബ് പ്രവർത്തനരഹിതമായാൽ എന്ത് സംഭവിക്കും? ഉദാഹരണത്തിന് കല്യാണ വീട്ടിലെ ഡെക്കറേഷൻ ലൈറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അവ കണക്ട് ചെയ്തേക്കുന്നത്? സീരീസ് ആയിട്ടാണ് അല്ലേ? ഇതിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് ഫ്യൂസ് ആയി പോയാൽ ബാക്കിയുള്ള ലൈറ്റുകൾ കത്തില്ല, കാരണം സർക്യൂട്ട് ബ്രേക്ക് ആയി പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ വീട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ഷൻ ഉള്ളതെങ്കിൽ, അതായത് ബൾബ്, TV, ഫ്രിഡ്ജ് തുടങ്ങിയ ഉപകരണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സീരീസ് ആയി കണക്ട് ചെയ്താൽ ഇതിൽ ഏതെങ്കിലും ഒരു ഉപകരണം കേടായി പോയാൽ സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ബാക്കി ഉപകരണങ്ങൾ വർക്ക് ചെയ്യാതാവുകയും ചെയ്യും. ഇതാണ് സീരീസ് ആയിട്ട് എക്യുപ്മെന്റ്സ് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലെ ഹൗസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ സീരീസ് ആയിട്ടല്ല, പാരലൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്കിനി അടുത്ത വീഡിയോയിൽ പഠിക്കാം. നമ്മൾ സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ എങ്ങനെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തു അല്ലേ? ഇനി ആ ഇക്വേഷൻ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു പ്രോബ്ലവും കൂടെ ചെയ്ത് നോക്കാം അല്ലേ? വാട്ട് ഈസ് ദ current if 4 ohm and 2 ohm resistors are connected in series and 6 volt potential difference is applied? അതായത് 4, 2 എന്നീ റെസിസ്റ്റൻസുകൾ ശ്രേണിയായി സീരീസ് ആയി ഘടിപ്പിച്ച് അവയുടെ അഗ്രങ്ങൾക്കിടയിൽ 6 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായാൽ കറന്റ്, ഈ റെസിസ്റ്ററിലൂടെ പ്രവഹിക്കുന്ന കറന്റിന്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ട് ഗിവൺ ഡാറ്റ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എടുത്തെഴുതാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 ഓം റെസിസ്റ്ററും 2 ഓം റെസിസ്റ്ററും സീരീസ് ആയിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 6 വോൾട്ട് ആണ്. അപ്പൊ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് B is equal to 6 വോൾട്ട്, R1 is equal to 4 ohm, R2 is equal to 2 ohm. ഓക്കെ, ഇതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ അളവ് I കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് റെസിസ്റ്റൻസ് വാല്യൂ എടുക്കും? 4 ഓം എടുത്തിട്ട് പ്രോബ്ലം ചെയ്യോ അതോ 2 ഓം എടുത്തിട്ട് പ്രോബ്ലം ചെയ്യോ? അപ്പോൾ അതിനാണ് നമ്മൾ സഫല പ്രതിരോധം, ഇക്വാലന്റ് റെസിസ്റ്റൻസിനെ കുറിച്ച് പഠിച്ചത്. അപ്പോൾ ഈ 4 ഓമിനും 2 ഓമിനും ഈക്വലായി ഇക്വാലന്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അതിനുള്ള ഫോർമുല എന്താണ്? R is equal to R1 plus R2. കാരണം ഇവിടെ റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് R is equal to R1 plus R2. R is equal to 4 plus 2 which is equal to 6 ohm. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് R is equal to 6 ohm. അപ്പോൾ നമുക്കിവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 6 വോൾട്ട് ആണെന്നറിയാം, ഇക്വാലന്റ് റെസിസ്റ്റൻസ് 6 ഓം ആണെന്നറിയാം. അപ്പോൾ ഈ സർക്യൂട്ടിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ അളവ് I കണ്ടെത്താനുള്ള ഫോർമുല നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഓംസ് ലോയിൽ നിന്ന് കിട്ടും അല്ലേ? I is equal to V by R, അതായത് 6/6 which is equal to 1 ആംപിയർ. അപ്പോൾ ഈ സർക്യൂട്ടിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ അളവ് I is equal to 6 ആംപിയർ എന്ന് എഴുതാൻ പറ്റും. ഈ പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയതൊരു ആൻസർ മാത്രമല്ല, ഇതിൽ നിന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കൺക്ലൂഷനിലേക്ക് കൂടെ നമുക്ക് എത്താൻ സാധിക്കും. അതായത് സീരീസ് ആയി റെസിസ്റ്ററുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് RE എപ്പോഴും സർക്യൂട്ടിലെ ഏറ്റവും കൂടിയ റെസിസ്റ്റൻസിനേക്കാൾ കൂടുതലായിരിക്കും അല്ലേ? ഇവിടെ അത് ശരിയല്ലേ? ഇവിടുത്തെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്? 6 ഓം ആണ്. ഈ സർക്യൂട്ടിലെ കൂടിയ റെസിസ്റ്റൻസ് എത്രയാണ്? 4 ഓം ആണ്. അപ്പോൾ ഇക്വാലന്റ് റെസിസ്റ്റൻസ് 6 ഓം ഇസ് ഗ്രേറ്റർ ദാൻ 4 ഓം. അതായത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എപ്പോഴും സർക്യൂട്ടിലെ കൂടിയ റെസിസ്റ്റൻസ് വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഡെറിവേഷൻ ഈ ഒരു കൺക്ലൂഷൻ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പാരലൽ റെസിസ്റ്റൻസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.